ഹലോ ഗായ്സ്, നമ്മുടെ യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോഴത്തെ കാലാവസ്ഥ ഭയങ്കര മോശമാണ് അല്ലേ. കുറച്ച് നേരം മഴയാണെങ്കിൽ കുറച്ച് നേരം വെയിൽ. അപ്പോൾ ഞാനത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മഴ പെയ്യുന്നുണ്ട്. അതായത് വെയിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് എവിടുന്നാണെന്നറിയില്ല മഴ വരുന്നത്. മഴക്കാറൊന്നും വേണ്ട മഴ പെയ്യാൻ. അങ്ങനത്തെ ഒരു സാഹചര്യമാണ് 2-3 ദിവസമായിട്ട്. അപ്പോൾ ഒഴിവിനനുസരിച്ചൊക്കെ വണ്ടി എടുത്ത് പോരുന്നതാണ് പരിപാടി. കോട്ടൊക്കെ എടുത്തിടാൻ വേണ്ടി ഭയങ്കര മടിയാണ്, ഭയങ്കര ബുദ്ധിമുട്ടല്ലേ കോട്ടൊക്കെ എടുത്തിടാനായിട്ട്. അപ്പോൾ ചെറുതായിട്ട് മഴ ഒഴിവുള്ളപ്പോൾ അങ്ങോട്ട് വരും. അപ്പോൾ ഇന്ന് ക്ലാസ് ഉള്ളൊരു ദിവസമാണ്. പിന്നെ നമുക്കിന്ന് കുറച്ച് വിശേഷങ്ങളൊക്കെ ഉണ്ട് പറയാനായിട്ട്. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ എനിക്കൊരു കാര്യം കൂടിയും പറയാനുണ്ട് കേട്ടോ. ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ട് തേർഡ് സ്റ്റഡ് കുത്തിയായിരുന്നു. അതാ കാത് പഴുത്ത് ആകെ വൃത്തികേടായി, നല്ല ബുദ്ധിമുട്ടായി. വൃത്തികേടായി എന്നതിലുപരി വേദന, ഭയങ്കര വേദനയായിരുന്നു. പക്ഷെ ഞാൻ അതിൽ നിന്ന് പിന്മാറിയില്ല. എനിക്ക് ഒത്തിരി കമൻ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ വിചാരിക്കും, എന്തിനാ ഇപ്പോൾ ഒരു കാത് കുത്തിയതല്ല, അല്ലെങ്കിൽ സെക്കൻഡ് സ്റ്റഡ് കുത്തിയതല്ലേ, പിന്നെ എന്തിനാണിപ്പോൾ മൂന്നാമത്തെ സ്റ്റഡ് കുത്തിയത്? നമ്മുടെ ഒരു ആഗ്രഹങ്ങളല്ലേ. നമ്മൾ ഇപ്പോൾ ഓരോരുത്തർ ഈ അറ്റം തൊട്ട് ഈ അറ്റം വരെയൊക്കെ, അതൊക്കെ നമ്മുടെ സ്കിന്ന്, നമ്മുടെ ശരീരം, നമ്മുടെ ആഗ്രഹങ്ങൾ. ചിലപ്പോൾ അത് പഴുക്കുമായിരിക്കും, ചിലരുടെ സ്കിന്നിനനുസരിച്ച് അത് പഴുക്കില്ലായിരിക്കും. ഇപ്പോൾ അതൊരു അത്യാവശ്യപ്പെട്ടൊരു കാര്യമൊന്നുമല്ല, അല്ലെങ്കിൽ അത് സ്റ്റഡ് അടിച്ചേ പറ്റുള്ളൂ എന്നുള്ളൊരു അത്യാവശ്യപ്പെട്ട കാര്യമൊന്നുമല്ല കേട്ടോ. പക്ഷേ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ആഗ്രഹത്തിന്, നമ്മൾ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളുടെ പുറത്ത് ചെയ്യുന്നതാണ്. അപ്പോൾ എൻ്റെ സ്കിന്നിൻ്റെ പ്രശ്നമായിരിക്കാം, അത് പഴുത്തു. എനിക്കിത് മാത്രമല്ല, തേർഡ് സ്റ്റഡ് കുത്തുമ്പോൾ മാത്രമല്ല, സെക്കൻഡ് സ്റ്റഡ് ഇതുപോലെ തന്നെയായിരുന്നു. ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് സ്റ്റഡ് അടിച്ചിട്ടുള്ളതാണ്. 10ൽ പഠിക്കുമ്പോൾ സ്റ്റഡ് അടിച്ചിട്ടുള്ളതാണ്. അത് ഏകദേശം 1 വർഷം വരെയൊക്കെ പഴുത്തിട്ട് അങ്ങനെയാണ് അത് ഉണങ്ങി സെറ്റായത്. അപ്പോൾ എൻ്റെ സ്കിന്നിൻ്റെ പ്രശ്നം കൊണ്ട് തന്നെ ആയിരിക്കാം. അപ്പോൾ എൻ്റെ ഒരു കാത് പഴുത്തതാണ് ഞാൻ നിങ്ങൾക്ക് ഷോർട്സ് വീഡിയോസിൽ ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ ഒത്തിരി കമൻറ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് പേരുടെ ഇതുപോലെ കാത് പഴുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവരത് ശരിയാക്കി എടുത്തു, കമ്മൽ വലിച്ചൂരി എടുക്കേണ്ടി വന്നു, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ എന്തുണ്ടായി വെച്ചാൽ ഗോൾഡിൻ്റെ കമ്മൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഗോൾഡിൻ്റെ കമ്മലിൻ്റെ കാല് വലിപ്പം കുറവായിരുന്നു. അപ്പോൾ അതിലത് സ്കിന്നിൻ്റെ മുകളിൽ ഇറുകി പിടിച്ചിട്ടിരുന്ന കാരണം കൊണ്ടാണ് കൂടുതൽ പഴുപ്പായത്. എന്നിട്ട് ആ മൂടി, മരുന്ന് തേച്ചപ്പോൾ ആ മൂടി സ്കിന്നിനോട് കൂടിയിട്ട് ഒട്ടിപ്പോയി, സ്കിന്നിൻ്റെ ഉള്ളിൽ പോയി. എന്നിട്ട് ഞാൻ ശരിക്കും ഡോക്ടറെ അടുത്തൊക്കെ പോകേണ്ടി വരുമെന്നൊക്കെ വിചാരിച്ചു. ഡോക്ടറെ അടുത്ത് പോകേണ്ടി വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടുന്ന് ചീത്ത കേൾക്കും, എന്തായിരുന്നു ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നു എന്നൊക്കെ ചോദിക്കും. അപ്പോൾ അത് കാരണം ഞാൻ പേടിച്ചിട്ടിരിക്കണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അനിയത്തിയുടെ അടുത്ത്, ഞാൻ വീട്ടിൽ പോയിട്ട് എൻ്റെ അനിയത്തിയുടെ അടുത്ത് പറഞ്ഞു, എടി ഇതിൻ്റെ സ്റ്റഡിൻ്റെ ബാക്കിൽ മൂടി കാണാനില്ല, അപ്പോൾ നീ ഒന്ന് നോക്കി വെക്കുമെന്ന് വെച്ചു. അപ്പോൾ അവൾ പറഞ്ഞു, എടി ഇത് മൂടി ഊരിപ്പോയെന്ന് തോന്നുന്നുണ്ട്, ഇവിടെ മൂടിയൊന്നും കാണാനില്ല, അതൊക്കെ എവിടെയെങ്കിലും ഊരിപ്പോയിട്ടുണ്ടാവും എന്ന് പറഞ്ഞു. പക്ഷേ മൂടി അങ്ങനെ ഊരിപ്പോകാനുള്ള യാതൊരു ചാൻസില്ല, നല്ല മുറുക്കത്തില വെച്ചിട്ടുണ്ടായിരുന്നു. പറഞ്ഞു മൂടി ഊരിപ്പോകാനുള്ള ചാൻസ് ഒന്നുമില്ല, നീ ശരിക്കും പോലെ നോക്കി വെക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ അവൾ നോക്കി പറഞ്ഞു, തടഞ്ഞു നോക്കിയപ്പോൾ മൂടി അതിൻ്റെ ഉള്ളിലിരിക്കുന്നുണ്ട്. അപ്പോൾ സ്കിന്ന് നമ്മൾ പൊട്ടിക്കണം, മുകളിൽ അതിൻ്റെ സ്കിന്ന് വന്ന് മൂടി അത് പൊട്ടിക്കണം. അപ്പോൾ ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞു, നീ എങ്ങനെയെങ്കിലും അത് പൊട്ടിച്ചതായൊക്കെ, ഹോസ്പിറ്റലിൽ പോകാൻ പേടിയാണ്, അവരവിടുന്ന് ചീത്ത പറയുകയും ചെയ്യും, പ്ലസ് ഇതേ വേദന തന്നെ അവിടുന്ന് തിന്നേണ്ടി വരും. അപ്പോൾ അത് കാരണം കൊണ്ട് അവളോട് പറഞ്ഞപ്പോൾ അവൾ പതുക്കെ ഇരുന്നിട്ട് ഒരുപാട് വേദന എന്ന് പറഞ്ഞാൽ ഒരുപാട് വേദന. ഞാൻ എവിടെ പരിപാടി അവതരിപ്പിച്ചാൽ എന്താ അവസ്ഥ എന്ന് പറഞ്ഞ പോലെ ഒരുപാട് വേദന തിന്നേണ്ടി വന്നു. അവസാനം അവളത് പൊട്ടിച്ച് എടുത്ത് തന്നു. പക്ഷെ വൈകിട്ട് സമയമായ കാരണം കൊണ്ടാണോ, ബ്ലഡ് ഇല്ലാതിരുന്നതുകൊണ്ടാണെന്ന് അറിയില്ല, ആ സമയത്ത് ബ്ലഡൊന്നും വന്നൊന്നുമില്ല കേട്ടോ. കുറച്ച് ശേഷം ആ തോല് പൊട്ടിക്കണതിൻ്റെ സംഭവമുള്ളൂ, അല്ലാണ്ട് ബ്ലഡ് ഒരുപാട് ഒഴുകി വരിക അങ്ങനത്തെ സീനൊന്നും ഉണ്ടായില്ല. അങ്ങനെ അത് അവളാണ് പൊട്ടിച്ചിട്ട് വന്നിട്ട് പിന്നെ അവൾ ഈർക്കിലി ഇട്ട് കൊണ്ടുവന്ന് വന്നു. അപ്പോൾ ഈർക്കിലി ഇട്ട ഇൻഫെക്ഷൻ ആവും എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടാണ് ഞാൻ. പക്ഷെ എനിക്കങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടായില്ല. ഈർക്കിലി ഇട്ടതിന് ശേഷമാണ് അത് ഉണങ്ങിയത്. അതിന് ശേഷം പിന്നെ ഞാൻ നമുക്കിപ്പോൾ പെട്ടെന്ന് പോയിട്ട് ഗോൾഡിൻ്റെ എന്താ പറയുക ലഗ് വലിപ്പമുള്ള കമ്മലെടുക്കാം, അങ്ങനത്തെ നമുക്ക് അതിനുള്ള സാമ്പത്തികമൊന്നും ഇല്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ലഗ് വലിപ്പമുള്ള നമ്മുടെ കാതിൻ്റെ മുകളിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന കാരണം കൊണ്ടാണല്ലോ ഈ പ്രശ്നം. അപ്പോൾ റോൾഡ് ഗോൾഡിൻ്റെ മേടിക്കാന്ന് വെച്ചപ്പോൾ നമ്മുടെ നാട്ടിൽ ഈ സംഭവം കിട്ടാനില്ല, റോൾഡ് ഗോൾഡിൻ്റെ കിട്ടാനില്ല, ലഗ് വലിപ്പമുള്ളത് കിട്ടാം. അപ്പോൾ നമ്മൾ വടക്കാഞ്ചേരിയിൽ പ്രിൻസ് എന്ന് പറഞ്ഞിട്ട് ഈ റോൾഡ് ഗോൾഡിൻ്റെ ഇത് ബൾക്കായിട്ട് കിട്ടുന്ന സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് നമ്മൾ നോക്കിയപ്പോൾ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു ലഗ് വലിപ്പമുള്ളത്. അങ്ങനെ ഒരു ജോഡി മേടിച്ചു. അങ്ങനെ കൊണ്ടുവന്നിട്ട് വേണ്ട, ബാക്കിലേക്ക് മൂടി തട്ടുന്നില്ല ആ സംഭവം. അങ്ങനെ കൊണ്ടുവന്നിട്ടു. ഇപ്പോൾ കുറച്ച് ദിവസമായി ഇട്ടിട്ട് അത് കാരണം അത് ഉണങ്ങി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഒരുപാട് ആഗ്രഹിച്ച് ചെയ്ത കാരണം കൊണ്ട് തന്നെ ഞാനത് ഷോർട്ട്സ് ഇട്ടതിൻ്റെ കമൻറ്റിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. വേറൊരു കുട്ടിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, അതുപോലെ ഉണ്ടായിരുന്നു, പക്ഷെ അത് ഉണക്കിയെടുത്തു എന്ന്. അതുപോലെ ഉണക്കിയെടുക്കണം, നമ്മൾ കുറച്ച് ടൈം കൊടുക്കുക, സമാധാനം പോലെ. എപ്പോഴും അത് ഇളക്കാതിരുന്നാൽ മതി.
അപ്പോൾ നമ്മളിപ്പോൾ സ്വർണ്ണം മേടിക്കാൻ സാമ്പത്തികം ഇല്ലാത്ത ആൾക്കാരാണെന്ന് വെച്ചാൽ ഇപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഇതിന് വേണ്ടി സ്വർണ്ണം മേടിക്കാൻ പറ്റില്ല. അപ്പോൾ ഇതിപ്പോൾ ഇട്ടിട്ട് ഉണങ്ങുകയാണെന്ന് ഉണങ്ങട്ടെ, ഉണക്കിയെടുക്കാൻ നമുക്ക് പറ്റണമല്ലോ. അത് മരുന്നൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ മരുന്നൊക്കെ തേച്ചിട്ട് ഉണക്കിയെടുക്കുക. അപ്പോൾ അത് ഏകദേശം ഉണങ്ങി വരുന്നുണ്ട് കേട്ടോ, സെറ്റായി വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സംഭവം ഞാൻ യൂട്യൂബിൽ ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാനത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെങ്ങനെയും ശരിയാക്കി എടുക്കും എന്നുള്ളത്. അതുകൊണ്ടാണ് കേട്ടോ നമ്മുടെ വീഡിയോയിൽ ഇപ്പോൾ ഈ ഒരു കേസ് പറഞ്ഞത്. ഞാൻ ഇരുക്കിലൊക്കെ മാറ്റി 2 കാതിലും കമ്മലിട്ടിട്ടുണ്ട്. അതെ, നമുക്ക് എൻ്റെ ബുള്ളറ്റിൻ്റെ ഇപ്പോൾ ഇരിക്കുന്ന അവസ്ഥയിലുള്ളതില്ലേ, അവസ്ഥയിലിരിക്കുന്ന ആ കംപ്ലീറ്റ് ഫോട്ടോ എടുക്കണം. അപ്പോൾ നമ്മളൊരു കുഞ്ഞു യാത്ര പോവുകയാണ്. അപ്പോൾ പോകുന്ന സമയത്ത് ശങ്കരേട്ടൻ എൻ്റെ അടുത്ത് സംസാരിച്ചത് ആളുടെ ഒരു പഴയ ബുള്ളറ്റ് ഉണ്ട്, തമിഴ്നാട്ടിൽ നിന്ന് വാങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ അത് ടെസ്റ്റൊക്കെ ആവാറായിട്ടുണ്ട്. അപ്പോൾ ആ ടെസ്റ്റിന് കൊടുക്കുന്നതിന് മുന്നേ ഫുള്ളായിട്ട് പണിയണം. അപ്പോൾ പെയിൻറ്റിങ് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ എൻജിൻ വർക്കൊക്കെ ഉണ്ട്. അപ്പോൾ അതിനെപ്പറ്റി ആൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. മുതലാളിയുടെ പ്രീതിച്ചിയെ ആക്ഷൻ മാത്രമേ വരുള്ളൂ. അവിടെ വന്നിണ്ടാ പോയിട്ട് വരാട്ടാ, കമ്മലടിക്കാൻ. അങ്ങനെ നമ്മൾ പ്രീതേശിയുടെ അടുത്ത് വിശേഷമൊക്കെ ചോദിച്ച് വർത്താനൊക്കെ പറഞ്ഞ് പോവുകയാണ്. കമ്മൽ മേടിക്കാനാണ് പോകണേ. ഞാൻ പ്രീതേശിയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ കമ്മലൊക്കെ വാങ്ങിച്ചു അവിടുന്ന് പോരുകയാണ്. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞത് വടക്കാഞ്ചേരി പ്രിൻസ്. ഞാൻ എൻ്റെ കമ്മൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ, ആ കട അതാണ്. ഇഷ്ടം പോലെ സെലക്ഷൻ ഉണ്ട്. വള ആയിക്കോട്ടെ, മാല ആയിക്കോട്ടെ, ഗ്യാരണ്ടി ആഭരണങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അങ്ങനെ പോകുന്ന വഴിക്ക് അങ്ങോട്ട് വരുന്ന വഴിക്ക് തന്നെ ഇങ്ങനെ ഒരു സംഭവം കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ തിരിച്ചു പോകുമ്പോൾ കയറാമെന്നൊക്കെ പറഞ്ഞു. എന്താ വെച്ചാൽ കായ കട്ട് ചെയ്യുന്ന മെഷീനാണെന്ന് പറഞ്ഞിട്ട് കയറിയതാണ് കേട്ടോ. എന്നിട്ട് ഞാൻ ചേട്ടൻ്റെ അടുത്ത് പെർമിഷനൊക്കെ ചോദിച്ചു വീഡിയോ എടുത്തോട്ടെ എന്നൊക്കെ. പക്ഷേ ലാസ്റ്റാണ് അറിഞ്ഞത് ആ മെഷീൻ വർക്ക് ചെയ്യില്ല എന്ന്. ആൾ കൈ കൊണ്ടാണ് കട്ട് ചെയ്തുകൊണ്ടിരിക്കണേന്ന്. അതിൽ 4 വറവ് മാത്രമേ ഇപ്പോൾ വർക്ക് ചെയ്യണുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴി കരിമ്പിൻ ജ്യൂസ് കുടിക്കണം എന്ന് പറഞ്ഞിട്ട് തന്നെ കയറിയതാണ്. എനിക്ക് ഈ സംഭവം തീരെ താല്പര്യമില്ല കേട്ടോ, കരിമ്പിൻ ജ്യൂസ്. ഞാൻ ഒരു വട്ടം ട്രൈ ചെയ്ത് നോക്കിയതാണ്. എനിക്ക് അതിൻ്റെ ടേസ്റ്റ് പറ്റിയില്ല. അത് കാരണം ഞാൻ കുടിച്ചില്ല. ശങ്കരേട്ടൻ മാത്രമേ വാങ്ങിച്ച് കുടിച്ചുള്ളൂ. അങ്ങനെ നമ്മൾ അവിടെ നിന്നൊക്കെ പോകുന്നു. നമ്മുടെ ക്ലാസ്സിൻ്റെ അവിടെ എത്താറായി. നമ്മുടെ ക്ലാസ് തുടങ്ങേണ്ട സമയമൊക്കെ ആവാറായിട്ടുണ്ടായിരുന്നു ഏകദേശം. അങ്ങനെ ഞങ്ങൾ വടക്കാഞ്ചേരി പോയി കമ്മലൊക്കെ മേടിച്ച് വന്നു. പിന്നെ ഞാൻ കാലത്തെ ഇൻട്രോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ചെറിയൊരു വിശേഷം പറയാണ്ടെന്ന്. വേറൊന്നല്ല, നമ്മുടെ ശങ്കർജി വീണ്ടും പ്രോഗ്രാം ഫീൽഡിലേക്ക് ഇറങ്ങുകയാണ് സുഹൃത്തുക്കളെ, ഇറങ്ങുകയാണ്. ഫയർ ഡാൻസ് പിന്നെ റോപ്പ് ഡാൻസ് ഒക്കെ വെച്ചിട്ട് വീണ്ടും പ്രോഗ്രാം ഫീൽഡിലേക്ക് ഇറങ്ങാറുങ്ങല്ലേ. അപ്പോൾ ആൾ കുറച്ച് ബ്രേക്ക് എടുത്തേക്കായിരുന്നു. അതിൽ കുറച്ച് ആൾക്ക് പേഴ്സണലി കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായി. അതൊക്കെ വെച്ചിട്ട് ബ്രേക്ക് എടുത്തേക്കായിരുന്നു. അപ്പോൾ ഒരു റീ എൻട്രി ഉണ്ട്. അപ്പോൾ നമ്മുടെ വ്ളോഗിൽ എന്തായാലും അതിനോടനുബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അതൊരു വിശേഷമുള്ളൊരു കാര്യം തന്നെയല്ലേ, അല്ലേ? അതെ, നല്ല കാര്യമല്ലേ?
മൊത്തത്തിൽ ഇതിനുള്ളിൽ ഇരുട്ട, അതുകൊണ്ട് കാണാല്ലേ അതാ. എന്താ ചെയ്യണേ? ഫോണിൽ ആളുടെ വീഡിയോസ് തന്നെ, ഇട്ട വീഡിയോസ് തന്നെ കണ്ട് നിർവൃതിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സ്റ്റാറ്റസും ഇൻസ്റ്റയിലും സ്റ്റോറിയൊക്കെ ഇട്ടിട്ട് ആളത് കണ്ട് മോട്ടിവേഷൻ, സ്വന്തമായിട്ട് മോട്ടിവേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ റിങ്ങാണ് കേട്ടോ വാങ്ങിച്ചത്. ഞാൻ റിങ് ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല, ആദ്യമായിട്ടാണ് സെക്കൻഡ് സ്റ്റഡ് റിങ് ഇട്ടിട്ട് നോക്കുന്നത്. പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് തോന്നി ഈ ഐഡിയ എന്തുകൊണ്ട് എനിക്ക് മുന്നേ തോന്നിയില്ല എന്നെനിക്ക് തോന്നി. കാരണം എനിക്ക് ഇട്ട് നോക്കിയപ്പോൾ എനിക്ക് സ്വയം ഭയങ്കര രസമുള്ള പോലെയായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. നല്ല ഭംഗിയുണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നി. ഇത് മുന്നേ മേടിച്ചിട്ടാൽ മതിയായിരുന്നു എന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ ഒരാൾ ഞങ്ങൾ വഴിക്കുന്ന ആ കായ ചിപ്സ് മേടിക്കുന്നിടത്തുനിന്ന് എന്താ കണ്ണൂരപ്പം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ക്ലാസ്സൊക്കെ തുടങ്ങി. അവിടെ നമ്മുടെ മ്യൂസിക്കിൻ്റെ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ ഒരാൾ തകൃതിയായിട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊക്കെ യൂട്യൂബിൽ നിന്ന് നോക്കി പഠിക്കണതാണ് കേട്ടോ. ഈ വടിയുടെ രണ്ടറ്റത്തും പന്തം പോലെ കെട്ടിയിട്ടുണ്ടാവും, അതാണെന്ന് പറയണത്. അപ്പോൾ ആളത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും പ്രോഗ്രാം ഫീൽഡിലേക്ക് ഇറങ്ങാൻ വേണ്ടി ആത്മാർത്ഥമായി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആ വടി വീഴുന്നുണ്ട്, അത് വീണ്ടും എടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് തന്നെ കണ്ടപ്പോൾ എനിക്ക് ഭ്രാന്ത് പിടിച്ചു കിട്ടുക. എളുപ്പമല്ല, ഭയങ്കര മെനക്കേടാണല്ലോ എന്ന് തോന്നിപ്പോയി. അങ്ങനെ നമ്മൾ ഇവിടെ വീട്ടിലെത്തി. ഇനി വീട്ടിൽ കുറേ പണികളുണ്ട് കേട്ടോ. അതാലോചിച്ചിട്ടുള്ള നെടുശ്വാസം വിടലാണ് ഞാൻ കാണിക്കുന്നത്. ഇതൊക്കെ കഴിഞ്ഞിട്ടൊരു ഭാഗത്ത് കിടക്കണ്ടേ എന്നുള്ളതാണ് എൻ്റെ ആ മുഖഭാവം. അങ്ങനെ പണികളൊക്കെ കഴിഞ്ഞ് ഫുഡും കഴിച്ചു. ഒരു റെസ്റ്റ് എടുക്കാനുള്ള ടൈമാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ഗായ്സ്.